അച്ഛൻ സുകുമാരന്റെ മരണത്തിന് ശേഷം തളർന്നു പോകാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അഭിനയത്തിന്റെ വിസ്മയലോകം തന്നെ സൃഷ്ടിച്ചു. പറഞ്ഞു വരുന്നത് മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരനെ കുറിച്ചാണ്. പടയും പടക്കോപ്പും എനിക്ക് വേണ്ട. എന്റെ ഉള്ളിൽ 22 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛൻ കത്തിച്ച ഒരു തീയുണ്ട്. എനിക്കത് മതി. 2002 പുറത്തിറങ്ങിയ നന്ദനം എന്ന മലയാള സിനിമയിലൂടെ പൃഥ്വിരാജ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക് എന്നീ ഭാഷകളിലും ഇദ്ദേഹം അഭിനയിച്ചു. ഒരു നടനെന്ന നിലയിലും നിർമ്മാതാവെന്ന നിലയിലും വലിയൊരു വിജയമാണ് ഇത്രയും കാലത്തെ കരിയറിൽ ഇദ്ദേഹം കാഴ്ചവെച്ചത്. ഇതിനിടയിൽ 100ഓളം സിനിമ അഭിനയിക്കുകയും 3 സിനിമ സംവിധാനം ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കാത്തതിനെ തുടർന്ന് നിരവധി വാർത്തകളാണ് പുറത്തുവരുന്നത്. എമ്പുരാൻ എന്ന സിനിമയിൽ ഗുജറാത്തിൽ നടന്ന കലാപം അതുപോലെ തന്നെ ചിത്രീകരിച്ചതിനെ തുടർന്ന് നിരവധി എതിർപ്പുകൾ ഇദ്ദേഹം നേരിട്ടു. സിനിമയിലെ പല രംഗങ്ങളും വെട്ടിമാറ്റണമെന്ന് കോടതിയുടെ നിർദ്ദേശം നൽകി. അവസാനം അങ്ങനെ തന്നെ ചെയ്തു. ജനങ്ങളാരും അധികം അറിയാത്ത കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ പൃഥ്വിരാജ് കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ആടുജീവിതം സിനിമയ്ക്ക് ലഭിക്കേണ്ട പുരസ്കാരം നിരസിക്കപ്പെട്ടു. 2023 സെൻസർ ചെയ്ത സിനിമകളുടെ പട്ടികയിൽ ആടുജീവിതം ഉണ്ടായിട്ടും അവാർഡിന് പരിഗണിക്കപ്പെട്ടില്ല. നജീബിന്റെ ജീവിതത്തിലെ പല രൂപമാറ്റങ്ങളും പൃഥ്വിരാജ് പകർത്തുകയും തന്റെ ശരീരവും മനസ്സും പാകപ്പെടുത്തി ആ വേഷത്തിൽ അതിന്റെ പൂർണ്ണതയായി എത്തിച്ചു. 100% അർഹതപ്പെട്ട പുരസ്കാരമായിട്ടും അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് നിരസിക്കപ്പെട്ടു. എമ്പുരാൻ എന്ന സിനിമ ഇവിടെ സൃഷ്ടിച്ച കോലാഹലങ്ങളെല്ലാം കൊള്ളേണ്ടവർക്ക് കൊണ്ടു എന്നതിന്റെ തെളിവാണ് ഇത്.